ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് ഞായറാഴ്ച ഒരു പെരുന്നാളായിരുന്നു, പുതുഞായറാഴ്ച ഒരു പെരുന്നാളായിരുന്നു. ഈ രണ്ട് പെരുന്നാളുകളും ആഘോഷിച്ച് ഉയർപ്പിൻ്റെയും പുതുഞായറാഴ്ചയുടെയും പ്രഭാവലയത്തിൽ ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും അപ്പോസ്തലനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, നിങ്ങൾ ചിന്തയിൽ ശിശുക്കൾ ആയിരിക്കരുത്. അപ്പോൾ കോരന്ത് എന്ന് പറയുന്ന ആ സ്ഥലം ഒരു തുറമുഖ പട്ടണമായിരുന്നു. ആ തുറമുഖ പട്ടണത്തിൽ ജീവിച്ചിരുന്നത്, അധിവസിച്ചിരുന്നത് സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരുന്ന ആ തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ചിന്തയിൽ ശിശുക്കൾ ആയിരിക്കരുത്. അങ്ങനെ പറയാനുള്ള കാരണം, എവരി ബിലീവർ ഈസ് മെസഞ്ചർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ഓരോ വിശ്വാസിയും യേശുക്രിസ്തുവിൻ്റെ സന്ദേശവാഹകനാണ്. അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും യേശുവിൻ്റെ സന്ദേശം വഹിക്കുന്നവരായിരിക്കണമെന്ന് ഈ വേദഭാഗത്തിലൂടെ ഒരു കൃത്യമായ സൂചന വിശുദ്ധനായ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നു. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ ചിന്ത കാലോചിതമാകണം. കാലഘട്ടത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിതം അസഹ്യമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്ത പക്വതയുള്ളതായി മാറണം. നമ്മുടെ പ്രായത്തിന് അനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം. നമ്മുടെ ചിന്ത കാലോചിതമാകണം. ദുഃഖവെള്ളിയാഴ്ചയുടെ നിശബ്ദതയും കാൽവരിയിലെ കൂരിരുളും അവസാന വാക്കല്ലെന്നും അതിനപ്പുറം 3-ാം നാളിൽ പ്രഭാതമുണ്ടെന്ന് യേശുവിൻ്റെ പുനരുത്ഥാനം തെളിയിച്ചു കഴിഞ്ഞു. ഉയർപ്പിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്ന നമ്മൾ ഉയർപ്പിൻ്റെ പ്രകാശത്തിലും പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രകാശകിരണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ക്രൈസ്തവ ജീവിതം നയിക്കുന്നവര് നിർബന്ധമായും ജീവിതത്തിൽ 3 സ്ഥലങ്ങൾ സന്ദർശിക്കണം. 1 ആശുപത്രി, 2 ജയിൽ, 3 സെമിത്തേരി. ഒന്നാമത് ഞാനും നിങ്ങളും സന്ദർശിക്കേണ്ടതായൊരു സ്ഥലമാണ് ആശുപത്രി. ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആരോഗ്യത്തെക്കാൾ വിലയുള്ള മറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ വാർഡുകളിലൂടെ സഞ്ചരിച്ചാൽ, ക്യാൻസർ രോഗികളുടെ മുഖത്തേക്ക് കണ്ണോടിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും നിങ്ങളും അറിയാതെ കുടികൊള്ളുന്ന ഞാനെന്ന ഭാവം അലിഞ്ഞ് ഇല്ലാതാകും. രണ്ടാമത് നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ജയിൽ. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സ്വാതന്ത്ര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ജയിൽ സന്ദർശിച്ചാൽ മാത്രം മതിയാകും. ജയിൽ സന്ദർശനത്തിലൂടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സ്വാതന്ത്ര്യമെന്ന തിരിച്ചറിവ്
നിമിഷ നേരം കൊണ്ട് ജയിൽ നമുക്ക് നൽകും. മൂന്നാമത് ഞാനും നിങ്ങളും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് സെമിത്തേരി. ശവസംസ്കാര ശുശ്രൂഷ വേളകളിൽ മൃതശരീരം അടക്കം ചെയ്യുന്നതിന് വേണ്ടി അനേക പ്രാവശ്യം നമ്മൾ സെമിത്തേരിയിൽ പോകുന്നുണ്ട്, തിരിച്ച് വരുന്നുണ്ട്. പക്ഷെ സെമിത്തേരി എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക വിദ്യാലയമാണ്. ആത്മീയമായ എല്ലാ ആത്മീയതയുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സെമിത്തേരിയാണ്. അതൊരു ആത്മവിദ്യാലയമാണ് എന്ന് മനസ്സിലാക്കി ആ സെമിത്തേരിയുടെ അകത്ത് ഏകനായി നിശബ്ദതയോടെ ഏതാനും സമയം നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന വാശികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷവും പകയും വെട്ടിപ്പിടിച്ചതെല്ലാം വൃഥാവാണെന്ന് വലിയ തിരിച്ചറിവ് സെമിത്തേരി നമുക്ക് പ്രദാനം ചെയ്യും. അപ്പൊ 3 സ്ഥലങ്ങള്: 1 ആശുപത്രി, 2 ജയില്, 3 സെമിത്തേരി. ഈ 3 സ്ഥലങ്ങള് സന്ദർശിക്കുന്നതിലൂടെ വലിയ ആത്മീയമായ അനുഭൂതിയാണ് നമുക്ക് ലഭ്യമാകുന്നതെന്ന സത്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഉയർപ്പിന്റെ അതുപോലെ തന്നെ പുതുഞാറാഴ്ചയുടെ ആ പെരുന്നാളുകളെല്ലാം കഴിഞ്ഞ് ഉയർപ്പിന്റെ പ്രഭാവലയത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാൻ കഴിയണം. ഒരു മരത്തിന്റെ ജീവൻ ചെളി പുരണ്ട വേരുകളാണ്, ഭംഗിയുള്ള പൂക്കളല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ നന്മയുള്ള മനസ്സുകളെയാണ് നാം തിരിച്ചറിയേണ്ടത്. നന്മയുള്ള മനസ്സുകളെയാണ് നാം കൂടെ കൂട്ടേണ്ടത്. ആകാശം മാറും, ഭൂതലം മാറും, മാറാത്തത് ഒന്ന് മാത്രമാണ്, അത് യേശുവിൻ്റെ വചനം മാത്രമാണ്. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ വചനത്തില് എല്ലാ ഭാഗങ്ങളിലും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നു സ്നേഹിക്കുവാനാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ശവക്കല്ലറയിൽ പൂക്കൾ ഇട്ടുകൊണ്ടായിരിക്കരുത്. കാരണം ശവക്കല്ലറയിൽ പൂക്കൾ ഇടുന്നത് വെറുതെയാണ്. ആയതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം സഹായിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം ബഹുമാനിക്കുക. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത് ഇനി എത്ര സൂര്യോദയമെന്ന് ആർക്കറിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.